എങ്ങനെയായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ? എല്ലാവർക്കും മാർക്ക് കിട്ടിയോ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ. Can you name some features present on the surface of the Earth? നമ്മുടെ ഭൂമിയുടെ സർഫേസിലെ ഉള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അല്ലെ ഒബ്ജക്ട്സ് എന്തൊക്കെയുണ്ടെന്ന് നമ്മുടെ ഭൂമിയുടെ സർഫേസിൽ ബിൽഡിംഗ്സ്, ലിവിംഗ് ബീങ്സ് ഉണ്ട്. ലിവിംഗ് ബീങ്സ് ഉണ്ട്. പിന്നെന്തുണ്ട്? ലിവിംഗ് ബീങ്സ് മാത്രമാണോ? ജീവനുള്ള വസ്തുക്കൾ മാത്രം? നോൺ ലിവിംഗ് ബീങ്സ്. നോൺ ലിവിംഗ് ബീങ്സ് പറയുമ്പോൾ ബിൽഡിങ്സ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ട്രീസ്, റോക്സ് ഉണ്ട്, അങ്ങനെ പല ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഭൂമിയുടെ ഇന്റീരിയറിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? എർത്തിന്റെ ഇന്റീരിയറിൽ നമുക്ക് അത്ര വലിയ ധാരണയില്ല. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ സർഫേസിലാവുമ്പം നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റും. ബട്ട് വെൻ വി കം ടു ദി ഇന്റീരിയർ ഓഫ് ദ ഇറ്റ് ലാക്സ് ആക്സസിബിലിറ്റി. അതായത് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് ഡ്യൂ ടു ലാക്ക് ഓഫ് ആക്സസിബിലിറ്റി ആണ് വി ആർ നോട്ട് ഫുള്ളി അവെയർ അബൌട്ട് ഇന്റീരിയർ ഓഫ് ദ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്റീരിയർ ഓഫ് ദ. നമ്മുടെ ഇന്റീരിയർ ഓഫ് ദ എർത്ത് ഉണ്ടല്ലോ, നമുക്ക് ഭൂമിയുടെ ഉള്ളിലുള്ള ഇന്റീരിയറിനെ കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് അവിടെ പോകാൻ പറ്റും? പറ്റില്ല. അന്നേരം let us discuss some sources from we get ഇന്റീരിയർ ഓഫ് ദ എർത്തിനെ കുറിച്ച് ഡീറ്റെയിൽസ് എടുക്കുന്ന കുറച്ച് സോഴ്സസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മെയിൻ ആയിട്ട് there are mainly three sources നമുക്ക്. Number one is from the materials reaching the surface through volcanic activity. അതായത് വോൾക്കാനിക് ആയിട്ട് അല്ലെങ്കിൽ അഗ്നിപർവ്വത വിസ്ഫോടനത്തിലൂടെ ഭൂമിയുടെ സർഫേസിൽ വരുന്ന മെറ്റീരിയൽസിൽ നിന്നാണ് നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പഠിക്കുന്നത്. ആദ്യത്തെ സോഴ്സ്. ദ സെക്കൻഡ് വൺ ഈസ് ഡേറ്റ ഫ്രം മൈൻസ്. മൈനുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഖനനം നടക്കുന്ന കനികളാണ് മൈൻസ് എന്ന് പറയുന്നത്. ആ മൈൻസിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റകൾ, വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് എർത്തിന്റെ ഇന്റീരിയറെ പഠിക്കാം. ദ തേർഡ് വൺ ഈസ് ഫ്രം ദ അനാലിസിസ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിംഗ് earthquake. അതായത് earthquake എന്ന് വെച്ചാൽ എന്താ? ഭൂമി കുലുക്കം. ഭൂമി കുലുങ്ങുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന സീസ്മിക് വേവ്സ് ഉണ്ട്. ഈ സീസ്മിക് വേവ്സിന്റെ അനാലിസിസിലൂടെ നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാം? എർത്തിന്റെ ഇന്റീരിയറെ കുറിച്ച് പഠിക്കാം. അത് നമുക്ക് ഏതൊക്കെ മൂന്ന് സോഴ്സസുകളാണ്? വാട്ട് ആർ ദ ത്രീ മെയിൻ സോഴ്സസ്? നമ്പർ വൺ ഈസ് വോൾക്കാനിക് ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന മെറ്റീരിയൽ. രണ്ടാമത്തേത് മൈനിങ്ങിലൂടെ ലഭിക്കുന്ന ഡേറ്റ. മൂന്നാമത്തേത് earthquake സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന സീസ്മിക് വേവ്സിന്റെ അനാലിസിസ്. അന്നേരം ഈ മൂന്ന് സോഴ്സിലൂടെ നമ്മൾ എന്താണ് ഇന്റീരിയറിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അന്നേരം നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇതെന്താണ്? മുട്ട. ഇറ്റ്സ് എ ബോയിൽഡ് എഗ്. ഒരു പുഴുങ്ങിയ മുട്ടയാണ്. അത് നിങ്ങളെല്ലാവരും നമ്മുടെ എർത്ത് ഈ ഒരു മുട്ടയാണ് സങ്കല്പിക്കുക. അന്നേരം ഇതിന്റെ തോടുണ്ടോ? ഷെല്ല്. അന്നേരം നമ്മുടെ മൂന്ന് ലെയർ ആയിട്ടാണ് എർത്തിന്റെ ഇന്റീരിയർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Crust, mantle and core. Which one? Core. അതെ, ഈ തോട് എന്ന് പറയുന്നത് എന്താണ്? ക്രസ്റ്റ് ആയിട്ട് സങ്കല്പിക്കുക. ക്രസ്റ്റ്. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ പോവുകയാണ്. ഇത് ഭൂമിയുടെ സർഫേസ് ആണ്. നമ്മൾ ഈ തോട് ഇളക്കി ചിലപ്പോൾ എന്താണ്? എഗ്ഗിന്റെ വൈറ്റ് പോർഷൻ ആണ്. വാട്ട്സ് ദിസ് എഗ് വൈറ്റ്? അന്നേരം ഈ മാൻഡിൽ എന്ന് പറയുന്നത് ഈ എഗ്ഗിന്റെ വൈറ്റ് പോർഷൻ ആയിട്ട് വരും. ക്രസ്റ്റ് ഷെല്ലാണെങ്കിൽ ഷെല്ല് കഴിഞ്ഞെടുത്ത വൈറ്റ് പോർഷൻ എന്താണ്? മാൻഡിൽ. കണ്ടോ? ഷെല്ല് പോയി, അത് ക്രസ്റ്റ്, മാൻഡിൽ, അതിനുള്ളിൽ എന്ത് വന്ന്? കോർ. അന്നേരം ഏറ്റവും സെൻട്രൽ പോർഷൻ ഏതാണ്? കോർ. ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അന്നേരം which are the three layers of interior of the earth? Crust, mantle and core. Very good. Crust, mantle and core. നമുക്ക് ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ലെയർ? ക്രസ്റ്റ് ആണ് ആദ്യത്തെ ലെയർ. ഓക്കെ, കാരണം ക്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ തോടിന്റെ കൂട്ടൻ എന്താണ്? ഇറ്റ്സ് എ തിൻ ഔട്ടർ മോസ്റ്റ് ഷെൽ. വളരെ കനം കുറഞ്ഞ ഭൂമിയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ തിൻ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദ എർത്ത്. ഇറ്റ് ഈസ് 40 കിലോമീറ്റേഴ്സ് തിക്ക്. ഏകദേശം 40 കിലോമീറ്ററുകളോളം തിക്കാണ്, അല്ലെങ്കിൽ എന്താണ് 40 കിലോമീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് താഴോട്ട് ക്രസ്റ്റ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 layers. ഇൻടു ഹൗ മെനി layers? 2 layers. ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് വേറൊരു പേരറിയും. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിയാൽ. എന്താണ്? സിയാൽ. മൂന്ന് ലെയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. It is the outermost layer എന്ന് പറയും. പിന്നെ എന്താണ് പറഞ്ഞത്? എത്ര കിലോമീറ്റർ തിക്കാന്നാ പറഞ്ഞത്? 40 കിലോമീറ്റർ തിക്ക്. Into how many it is divided into how many layers? 2 layers. ഏതൊക്കെയാന്നാ പറഞ്ഞത്? Oceanic crust. And continental crust is also known as sial. ഈ സിയാൽ ഇല്ലേ, എന്തുകൊണ്ടാണ് സിയാൽ എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? Do you know why? അതന്നെ. ഈ Si എന്ന് പറയുന്നത് സിലിക്കയാണ്. An എന്താണ്? അലുമിന. അലുമിനിയം അല്ല കേട്ടോ, അലുമിന. സിലിക്ക ആൻഡ് അലുമിന. കോണിനൽ ക്രസ്റ്റ് സിയാൽ എന്നറിയപ്പെടും. എന്തുകൊണ്ടാണ്? സിലിക്ക ആൻഡ് അലുമിന ആണ്. സിലിക്ക ആൻഡ് അലുമിന ആർ ഇറ്റ്സ് കണ്ടന്റ്സ്. രണ്ടാമത് എന്താണ്? ഓഷ്യാനിക് ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിമ. ഓഷ്യാനിക് ക്രസ്റ്റ് ഓൾസോ നോൺ ആസ് സിമ. ഇത് ഏതൊക്കെയാണെന്ന് അറിയുമോ? സിലിക്കോൺ ആൻഡ് മാഗ്നീഷ്യം. സിലിക്ക ആൻഡ് മാഗ്നീഷ്യം. അങ്ങനെ ക്രസ്റ്റിനെ കുറിച്ച് ഏകദേശം ധാരണയായിട്ട് കിട്ടിയല്ലോ. നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചു. അന്നേരം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. Is the soil a part of the crust? Yes. Soil is also a part of the crust. What's the next layer? നമ്മൾ mantle. Mantle ആണ് അടുത്ത ലെയർ. Mantle is located just beneath the crust. Crust കഴിഞ്ഞിട്ടല്ലേ mantle വരുന്നത്? ആണ്. So the first point is it is located beneath the crust. Second point, it extends 2900 kilometers from the crust. അതായത് ഭൂവൽക്കം ക്രസ്റ്റിൽ നിന്ന് ഏകദേശം 2900 കിലോമീറ്റർ അത് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. How much kilometer? 2900. Yes, very good. 2900 kilometer. It is also divided into 2 layers. Which are they? Upper mantle and lower mantle. Upper mantle and Lower. upper mantle is also known as upper mantle വളരെ എന്താണ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും upper mantle. lower mantle സെമി ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും lower mantle സെമി ലിക്വിഡ് സ്റ്റേറ്റിൽ? അതെ, ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. നമ്മുടെ ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുന്നത് എന്താണ് ടെമ്പറേച്ചർ കൂടി വരികയാണ് ചെയ്യുന്നത്. So mantle is divided into 2 layers, upper mantle and lower mantle. Upper mantle is in solid state and lower mantle is in semi liquid state. lower mantle ഏത് സ്റ്റേറ്റിലാണ്? Semi-liquid state.
സെമി ലിക്വിഡ് സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ വേറെ രണ്ട് ടേംസ് കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. We are going to discuss about another two terms associated with the interior of the earth. The first one is lithosphere. What is the term? Lithosphere. Lithosphere means it constitutes the crust and the upper mantle. അതായത് ക്രസ്റ്റും അപ്പർ മാന്റിലും കൂടി ചേരുന്ന ഭൂമിയുടെ ഭാഗത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ലിത്തോസ്ഫിയർ. സെക്കൻഡ് വൺ ഈസ് അസ്തെനോസ്ഫിയർ. Lithosphere. We can discuss about lithosphere. What is lithosphere? It is the part of the earth comprising of crust and upper mantle. And the next one is asthenosphere. Asthenosphere is the lower mantle. നമ്മൾ പഠിച്ചത് ലോവർ മാന്റിൽ ഏത് സ്റ്റേറ്റ് ആണ് നമ്മൾ പഠിച്ചത്? സെമി ലിക്വിഡ് സ്റ്റേറ്റ്. ആ സെമി ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ലോവർ മാന്റിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് asthenosphere. There is an interesting fact about this asthenosphere. Do you know what it is? This is the source of magma. നമ്മുടെ വോൾക്കാനിക് ആക്ടിവിറ്റി അഗ്നിയോട് വിസ്ഫോടനം നടക്കില്ലേ, അങ്ങനെ വരുന്ന മാഗ്മയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ അസ്തെനോസ്ഫിയർ ആണ്. അതായത് ഭൂമിയുടെ മാഗ്മയുടെ സോഴ്സ് എന്ന് പറയുന്നത് അസ്തെനോസ്ഫിയർ ആണ്. അസ്തെനോസ്ഫിയർ എന്ന് പറയുന്നത് ഏത് ലെയർ ആണ്? ലോവർ മാന്റിലാണ് അസ്തെനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ ഇത്രയാണ് മാന്റിലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? It is located beneath the crust. It extends up to 2900 km from the crust. It is divided two layers. Which are they? Lower mantle. Upper mantle is in solid state. Lower mantle is in semi-liquid state. Lithosphere. What do you mean by lithosphere? Crust and upper mantle. It is the part of the comprising of crust and the upper mantle. Asthenosphere is the lower mantle. It is the next one. Core. Core എന്താണ്? It is the innermost layer or the central portion of the earth. Central part of the innermost layer of the earth ആണ് core എന്ന് പറയുന്നത്. Central part. It extends from 2900 to 6371 kilometers. 2900 to 6371 kilometers. നിങ്ങൾ ഈ പിക്ചർ ഉണ്ടോ? ഈ പിക്ചറില് ഈ 5 തൊട്ട് 50 കിലോമീറ്റർ എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഈ ക്രസ്റ്റ്. ഇവിടെ നിന്നും ഏകദേശം സെൻട്രലായിട്ട് 6370 കിലോമീറ്റർ, 6370 കിലോമീറ്റേഴ്സ് അത്രയും ഡെപ്തിലാണ് എന്ത്? കോറ്. അന്നേരം ഈ 6370 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ ഡിസ്റ്റൻസ് ആണ്? കോറിന്റെ മാത്രമല്ല, അതായത് നമ്മുടെ സർഫേസിൽ നിന്നും ഭൂമിയുടെ സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ക്ലാസ്സിൽ വന്നതിനും പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് നമുക്ക് ഇന്റീരിയർ പഠിക്കാൻ പറ്റാത്തത്? ലാക്ക് ഓഫ് ആക്സസിബിലിറ്റി. It is due to lack of accessibility we are not fully aware about the interior of the earth. അതായത് എന്താ, നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ಅಂದ್ರೆ 6370 കിലോമീറ്റർ എങ്ങനെ ആരെങ്കിലും പോയി അളന്നിട്ട് വന്നതാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് നമ്മളിത് ഏതൊക്കെ സോഴ്സ് വെച്ചാണ് ഇത് പഠിക്കുന്നതെന്നാ പറഞ്ഞത്? വോൾക്കാനിക് ആക്ടിവിറ്റി, മൈനിങ്, എർത്തുക്വേക്ക്. അങ്ങനെ എർത്തുക്വേക്കിൽ സീസ്മിക് വേവ്സിന്റെ അനാലിസിസിലൂടെ സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയതാണ് എന്ത്? ഈ 6371 കിലോമീറ്റർ ഡെപ്ത് ഉണ്ടെന്ന്. എവിടെ വരെ? സെന്റർ വരെ. അങ്ങനെ കോറിന്റെ ഫസ്റ്റ് സെന്റർ മോസ്റ്റ് പാർട്ടാണ്. ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം 2900 to 6371 കിലോമീറ്റർ. മാന്റിലും ക്രസ്റ്റും പോലെ കോറും 2 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ലെയർ ആണ് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. Outer core is in semi-liquid state. We have discussed in case of mantle that temperature increases with the depth. അന്നേരം ഡെപ്ത് കൂടുന്തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അന്നേരം ഈ സോളിഡ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്താണ് ഔട്ടർ കോർ സെമി ലിക്വിഡ് അല്ലെങ്കിൽ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ when we get to the case of inner core, it is a solid state. അത് വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതിന് തൊട്ട് മുമ്പിലുള്ള എന്താണ്? സെമി ലിക്വിഡ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ ഏകദേശം സെന്റർ മോസ്റ്റ് വരുമ്പോൾ സോളിഡ്. എന്തുണ്ടായിരിക്കും അത്? പ്രഷർ കൊണ്ടാണ്. ടെമ്പറേച്ചർ മാത്രമല്ല, പ്രഷറും ഡെപ്ത് കൂടുന്നവർ എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഈ കോർ എന്ന് പറയുമ്പോൾ എന്താണ്? സെന്റർ മോസ്റ്റ് റീജിയൻ ആണെന്ന് നമ്മൾ പറഞ്ഞത്. അത് ഈ സെന്റർ വരുമ്പോൾ ഭയങ്കര പ്രഷർ ആയിരിക്കും.
അതായത് ഈ ഹൈ ടെമ്പറേച്ചർ മൂലം സോളിഡ് ആയിട്ടുള്ള വസ്തു ഉരുകി സെമി ലിക്വിഡ് ആവുമെങ്കിലും അതിൽ കൂടുതൽ പ്രഷർ എല്ലാവരുടെ മേലിൽ നിന്നുള്ള മർദ്ദമായിരിക്കും. വളരെ സിവിയർ ആയിട്ടുള്ള പ്രഷർ മൂലം എന്താണ് ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അങ്ങനെ കോർ സെൻട്രൽ പാർട്ടാണ്. It extends up to 2,900 to 6,300 kilometers. It comprises of two layers, outer core and inner core. Outer core is in semi-liquid state and inner core is in solid state. ഇനി നമ്മുടെ ഫസ്റ്റിന്റെ കേസിൽ സിയാലും സിമയൊക്കെ പഠിച്ചില്ലേ? അതാണ് ഇവിടെ ഒന്നുണ്ട്, അതാണ് നിഫെ. NIFE. ഈ ഇന്നർ കോറിനെയാണ് നമ്മൾ നിഫെ എന്ന് പഠിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ സിയാൽ നിങ്ങൾ എന്ത് പറഞ്ഞു? സിലിക്കൻ അലൂമിന എന്ന് പറഞ്ഞു. നിഫെ എന്താണെന്ന് അർത്ഥം പറയാൻ പറ്റുമോ? നിക്കലും അയണും. Fe എന്ന് പറയുന്നത് എന്താണ്? അയണിന്റെ കെമിക്കൽ നെയിമാണ് Fe എന്ന് പറയുന്നത്. അന്നേരം നിക്കൽ ആൻഡ് അയൺ കംപ്രൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിഫെ എന്ന് പറയുന്നത്. നമ്മള് കോറിനെ ഫുള്ള് നിഫെ എന്നാണ് പറയുന്നത്. അല്ല, ഇത് എന്താണ്? ഇന്നർ കോറാണ്. ഏറ്റവും ഇന്നർ കോറിനെയാണ് എന്താണ് നിഫെ എന്ന് പറയുന്നത്. നമ്മൾ എത്ര പഠിച്ചല്ലോ? കുറച്ചൊന്നും ചോദിക്കട്ടെ. മാഗ്മയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഏത് ലെയർ ആണ്? അസ്റ്റനോസ്ഫിയർ ആണ്. വെരി ഗുഡ്. അന്നേരം സിയാൽ എന്ന് പറയുന്ന ഏതൊക്കെ എലമെന്റ്സ് കംപ്രൈസ് ചെയ്തേ? അലൂമിന, സിലിക്ക ആൻഡ് അലൂമിന. മാൻഡിലെ എത്ര കിലോമീറ്റർ ഡെപ്തിലാണ് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്? 2,900 കിലോമീറ്റർ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? ആക്ടിവിറ്റി ചെയ്യും. നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആ വർക്ക്ഷീറ്റില് നമ്മളിപ്പോ പഠിച്ച എർത്തിന്റെ ഇന്റീരിയറിന്റെ ഡയഗ്രാം ആണ്. എന്നിട്ട് ആ ഡയഗ്രാമിലുള്ള മിസ്സിംഗ് പാർട്സ് ഉണ്ട്. ഡയഗ്രാം ലേബൽ ചെയ്യാനാണ്. നിങ്ങൾക്ക് സഹായത്തിനായിട്ട് നിങ്ങൾക്ക് എഴുതി ചെയ്യാനായിട്ട് എന്താണ് താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്തോ? ഇത് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ, അതായത് രണ്ട് ഗ്രൂപ്പ് ചെയ്ത് കറക്റ്റ് ആണ്. അന്നേരം ഇതെന്താണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് വണ്ണോ? മാൻഡിൽ. അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ഇന്നർ കോർ. ഓക്കെ, ഇനി നമുക്ക് ഒരു ആനിമേഷൻ വീഡിയോ കണ്ടാലോ? നമ്മൾ ഈ പഠിച്ചതൊക്കെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്കൊരു വീഡിയോ കാണാം. Divided into three layers based on chemical composition, crust, the mantle, and core. The outermost layer is called the crust. There are two types of crust, continental and oceanic. The crust averages around 25 miles, 40 kilometers in thickness. It can be divided into 15 basic tectonic plates that are rigid in the center and have geological activity in the boundaries, such as earthquakes and volcanoes. The Earth's crust contains all three rock types, including igneous, sedimentary, and metamorphic. Oceanic crust lies under the ocean and is thin and is approximately 4 miles or 7 kilometers in thickness and is composed of dense rocks, including basalt. Continental crust is thicker and ranges from 6 to 47 miles or 10 to 75 kilometers in thickness, and it has a high abundance of less dense igneous rock like granite. The mantle is located between the crust and is a region of hot, slow-moving solid rock. The mantle is 1,800 miles thick or 2,900 kilometers. It is composed of silicate minerals, and they're similar to a much-valued crust, except with more magnesium and iron and less silicon.
solid layer, and it's around 755 miles or 1,200 kilometers big, and it's composed mostly of iron. This iron is under so much pressure that it stays as a solid. The Earth can also be divided into layers based on physical properties, such as whether the layer is solid or liquid. 5 physical layers are the lithosphere, mesosphere, mesosphere, upward and downward. The outermost rigid layer of the Earth is the lithosphere. The lithosphere is around 100 kilometers square and is divided into layers. The Earth's lithosphere includes the crust in the upper part of the mantle, and it is hard and rigid. However, the asthenosphere lies underneath. It's made of solid rock that is very sloping. This is described as viscoelastic, which means it will flow and also elastic. The asthenosphere is located below the lithosphere, and the tectonic plates move on top of the asthenosphere. The strong lower part of the mantle is called the mesosphere. Rock in the mesosphere flows more slowly than rock in the asthenosphere. Now, of course, the liquid layer of the Earth's core and the inner core is the solid part. The inner core extends from the bottom of the outer core to the center. Thanks for watching, and we'll upload math and science videos. Please subscribe. ഓക്കെ, അത് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടല്ലോ. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച എല്ലാ ഈ വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് കുറച്ചൊന്നും ചോദിക്കണം. അതായത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടുതൽ ഏത് ലെയറിലായിരിക്കും? എവിടെ ആയിരിക്കും? വിച്ച് ഇസ് ദ ഹോട്ടസ്റ്റ്? ഇന്നർ കോറാണ്. ഇന്നർ കോറിലാണ് ഏറ്റവും ഹോട്ടസ്റ്റ്. അന്നേരം ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഏതൊക്കെ ലെയേഴ്സ് ചേർന്നിട്ടുള്ളതാണ്? Crust and upper mantle. Lithosphere constitutes of crust and the upper mantle. പിന്നെ നമ്മൾ ഈ കോറിന് ഇന്നർ കോറിന് വേറെ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താണ്? നിഫെ. ഏതൊക്കെ എലമെന്റ്സ് ചേർന്നാണ് നിഫെ? നിക്കൽ ആൻഡ് അയൺ. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി എന്ന് പറയുന്നത് 3 കോളമായിട്ട് ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് കോറാണ്. അന്നേരം അതിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാലന്റ് ഫീച്ചേഴ്സ്, അതായത് ക്രസ്റ്റ്, മാന്റിലിന്റെ കോറ് ഫീച്ചേഴ്സ് ഈ നോട്ടിലുണ്ട്. അത് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യണം. ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. കൈ കിട്ടുന്ന എടുത്ത് ഒട്ടിക്കാതെ നമ്മൾ പഠിച്ച ഓർഡറിൽ ചിന്തിക്കുക, എന്നിട്ട് ചെയ്യുക കേട്ടോ. പറഞ്ഞു കേൾക്കുന്നുണ്ടോ?
Located beneath the crust. Lower mantle semi-liquid state ആണ്. It comprises of upper and lower mantle. Upper mantle solid state ആണ്. ഇനി കോറിന്റെ എന്താ? Outer and inner core. Outer core molten state. Outer core molten state ലാണ്. Inner core solid state. Inner core solid state ലാണ്. Central part of the It is central part of the earth. Okay. അന്നേരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്റീരിയർ ഓഫ് ദ എർത്ത് ആണ് നമ്മുടെ ടോപ്പിക് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്റീരിയർ ഓഫ് ദ എർത്ത് നമുക്ക് അത്ര പെട്ടെന്ന് ആക്സസിബിൾ ചെയ്യാൻ പറ്റില്ല. We lack accessibility. So we rely on some sources. Which are those sources? Volcanic activity, data from mine, and analysis of waves generated during earthquake. Then we move on to the topic interior of the earth. The interior of the earth is divided into 3 layers: crust, mantle, and core. Crust in the salient features ഏതൊക്കെയായിരുന്നു? Outermost layer ആണ് 14 kilometer. 2 layers: Sia, Sima. Sia means silica and aluminum. Sia, silica and magnesium. Core mantle എന്താണ്? beneath the crust. 2,900 kilometer. Lower mantle. Lithosphere of the Lithosphere എന്ന് വെച്ചാൽ എന്താണ്? Crust upper mantle ചേരുന്നതാണ്. Core of Center part 6,371 kilometers. outer core, inner core, Nife inner core is also known as Nife. Nife means nickel and iron. iron. അന്നേരം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇനി ചോദ്യം ചോദിക്കട്ടെ. ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ ഏതൊക്കെ ലെയർ ചേർന്നേ? ശരിയാണോ? ശരി, വെരി ഗുഡ്. ഫസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ. കോർണൽ ക്രസ്റ്റിന്റെ വേറെ പേര് എന്തോ? സിയാനാണ് കോർണൽ ക്രസ്റ്റിന്റെ മറ്റൊരു പേര്. എന്തുകൊണ്ടാണ് ഈ ഇന്നർ കോറ് സോളിഡ് ആയിട്ടിരിക്കുന്നത് പക്ഷെ ഔട്ടർ കോറ് സെമി ലിക്വിഡ് ആണ്? ഡ്യൂ ടു ഹൈ പ്രഷർ ആണ്. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെല്ലാം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. അതായത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക് എന്താണ്? ഇന്റീരിയർ ഓഫ് ദ എർത്ത്. ഇന്റീരിയർ ഓഫ് ദ എർത്തിന്റെ ഒരു മോഡൽ ഉണ്ടാക്കണം. ഇന്റീരിയർ ഓഫ് ദ എർത്തിന്റെ ഒരു മോഡൽ ഉണ്ടാക്കണം. ഇതുപോലെ ഒരു മോഡല് നിങ്ങൾ ഉണ്ടാക്കണം ഇന്റീരിയർ ഓഫ് ദ എർത്തിന്റെ. അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. അത് ഇന്നത്തെ ക്ലാസ്